എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടിയും തേങ്ങായും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് 3/4 കപ്പോളം വരുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ പുട്ടുപൊടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നൈസായിട്ടുള്ള പൊടിയാണ്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതിപ്പോൾ കറക്റ്റ് 3/4 കപ്പോളം വരുന്ന പൊടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പൊടി നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന നല്ല ചൂടുവെള്ളമാണ്. ഒരിക്കലും തണുത്ത വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ നമ്മൾ കുഴച്ചെടുക്കരുത്. ഇതുപോലെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ വേണം നമ്മൾ ഈ ഒരു പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് വെച്ചാൽ നമ്മുടെ പൊടി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഈ ഒരു പൊടി കുഴച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ എല്ലായിടത്തും ആ ഒരു വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഈ ഒരു പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് ഒന്ന് മാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു പൊടി നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ചൂട് മാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട. ഇളം ചൂടുള്ള ആ ഒരു ചൂടുള്ള സമയത്ത് തന്നെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എങ്കിലും നമ്മുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ചൂടിൽ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമോ ആ ഒരു ചൂടിൽ തന്നെ കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് പൊടി ഹാർഡാകാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണോ തടവി കൊടുത്തിട്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പം മാവെല്ലാം കൂടി ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കാനായിട്ട് പാടില്ല. അതേസമയം ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റും ആയിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് ഒട്ടും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ മാവും അങ്ങോട്ട് ആക്കിയെടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് വലിപ്പമുള്ള ഉരുളകളായി പോകണ്ട. ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ മാവും അങ്ങോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇതേ കൈയുടെ അടിയിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. ഒരുപാട് ബലം കൊടുക്കണ്ട. ഈ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ഇത് ഈ ഒരു കനത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാവെല്ലാം കൂടി കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു ഇഡ്ഡലി ചെമ്പിലോട്ട് മാറ്റി ആ ഒരു ചെമ്പിൽ വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 15 മിനിറ്റ് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 15 മിനിറ്റ് ഇതെല്ലാം നമുക്കൊന്ന് ആവി കയറ്റിച്ചെടുക്കാം. ഇനി ഇതേ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് കറക്റ്റ് 1 ടീസ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വാട്ടിക്കൊടുക്കാം. ഒരുപാട് അങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു പച്ച കുത്തലുണ്ടാവില്ല, അതൊന്ന് മാറി കിട്ടുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് നുറുക്കിയിട്ടൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അതേപോലെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തത് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു സവാള ഇനി അത്യാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാളയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 3/4 ടീസ്പൂണോളം വരുന്ന നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ അതേപോലെ ഒരു 3/4 ടീസ്പൂണോളം വരുന്ന ചിക്കൻ മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ഗരം മസാല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള പൊടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കൂടി പോകണ്ട. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ പൊടി കുഴച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ആ ഒരു പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം.
പൊടികളുടെ പച്ചമണം അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളിയുടെ പകുതി മാത്രം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലെ തക്കാളി എടുത്താൽ മതി. ഒരുപാട് തക്കാളിയുടെ ആവശ്യം നമുക്കില്ല, കാരണം ഒരു പുളി ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോകും. അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം തക്കാളി എടുത്താൽ മതി കേട്ടോ. മീഡിയം സൈസിലെ തക്കാളി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ തക്കാളിയുടെ പകുതി മാത്രം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു തക്കാളി നന്നായിട്ട് ആ ഒരു പേസ്റ്റ് പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റിയിട്ടെടുക്കാം. നമ്മുടെ മസാല കറക്റ്റ് ഇതുപോലെ പേസ്റ്റ് പരുവത്തുന്ന സമയത്ത് ഒരു 1/2 കപ്പോളം വരുന്ന നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കുഞ്ഞിപ്പത്തിരി മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പതുക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു മസാല ഈ ഒരു കുഞ്ഞിപ്പത്തിരിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കുഞ്ഞിപ്പത്തിരിയിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മുടെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ വറ്റി നമ്മുടെ ഈ ഒരു കുഞ്ഞിപ്പത്തിരിയിൽ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഒരു 1/2 കപ്പോളം വരുന്ന ചിരകി എടുത്തിട്ടുള്ള തേങ്ങയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞിപ്പത്തിരീൻ്റെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് പതുക്കെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു തേങ്ങ നമ്മുടെ ഈ ഒരു കുഞ്ഞിപ്പത്തിരിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഒരു തേങ്ങയുടെ പച്ചക്കുത്തൽ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മല്ലിയില കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കറിവേപ്പിലയായാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അതേപോലെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.